വെട്ടി തലയെല്ലാം കളഞ്ഞ് തൊലി ഉരിക്കാതെ റോളിട്ട് ഉരച്ച് വെളുപ്പിച്ചെടുത്തതാണിത്. തൊലി ഉരിച്ചാൽ ഇതിന് ടേസ്റ്റ് പോകുമെന്നാണ് പറയുന്നത്. വിളിച്ചെടുക്കാവേ. ഇത് കഷ്ണിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് വൃത്തിയായിട്ടൊന്ന് കഴുകി കൂടെ എടുക്കാം. ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. 2 ഉലുവ ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഒരു വാള പെട്ടെന്ന് കിട്ടിയാൽ എങ്ങനെ കറി വെക്കണം അത് നോക്കാൻ. ഇപ്പം ഊത്ത കയറുന്ന സമയമല്ല. അത് ആദ്യം ഉലുവ ഇട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിലേക്ക് പച്ചമുളക്, ഒരു 10 പച്ചമുളകുണ്ട്. ഇത് നമ്മൾ മഞ്ഞ കളറുള്ള കറിയാണ് വെക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവിൽ ഉള്ള കറിയാണ്. ഇതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പച്ചമുളകല്ല, ഇതിലോട്ട് ഒരല്പം നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അല്പം ഒരു കുരുമുളകും ഒരല്പം ചേർക്കും. കരിയാപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് തേങ്ങ അരയ്ക്കുന്ന കറിക്ക് നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി കൂടുതൽ ചേർക്കും. മഞ്ഞൾപ്പൊടി 1.5 സ്പൂണ്. പേരിന് ശകലം നമ്മുടെ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇച്ചിരി സിമ്മിലാക്കുവാണ്. ശകലം ഉലുവാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുവാണ്. കുടംപുളി അതിൻ്റെ വെള്ളത്തിൽ കുറുത്ത് വെച്ച കുടംപുളി കഷ്ണങ്ങളും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇത് നമ്മൾ തീ ഒന്ന് കൂട്ടി കൊടുക്കുവാണ് തിളയ്ക്കാൻ വേണ്ടി. ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പൊടി കൈത്താണ്. വാളക്കഷ്ണങ്ങൾ നല്ല പോലെ വൃത്തിയാക്കിയെടുത്ത വാളക്കഷ്ണങ്ങൾ നമ്മൾ ഇതിലോട്ട് ഉരുളിക്കകത്തേക്ക് ഇങ്ങനെ അടുക്കി നിരത്തി ഇടുകയാണ്. ഒന്നും നന്നേ തൊടാതെ. അതാണ് വലിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടിക്കകത്ത് കൊള്ളത്തില്ലാത്തത് കൊണ്ടാണ് ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്നത്. ഇത് അപ്പത്തിനോ പൊറോട്ട, അപ്പം, ചപ്പാത്തി ഇവയ്ക്കൊക്കെ നല്ലതാണ്. തേങ്ങ അരച്ച മീൻ കറി ഏറ്റവും നല്ലതാണ്. ഇതുപോലുള്ള എന്നിട്ട് അമ്മമാർ ചട്ടിയെടുത്ത് ചുറ്റിക്കുന്ന കാണിച്ചില്ലേ, അതുപോലെ നമുക്ക് ഒരു ചുറ്റി. ഇപ്പോൾ ഉള്ള തക്കാളി കൂടെ അരിഞ്ഞത് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇനി നല്ലതുപോലെ ഇത് വേകട്ടെ. ഇനി വലിയ വേവൊന്നുമുള്ള മീനല്ല, നമ്മൾ ദശയ്ക്ക് കട്ടി കുറവാണ്. ഇനി ഒരു തേങ്ങ, നല്ലൊരു പച്ച തേങ്ങ, ഇനി ഒരു തേങ്ങ അത് മിക്സിയിൽ നന്നായിട്ട് നല്ല നെയ്യ് പോലെ വെന്ത് കഴിഞ്ഞ് അവസാനം ചേർക്കാൻ. കറിക്ക് കൂട്ടാൻ നമ്മൾ കപ്പ കൂടെ വേവിക്കാനാണ്. പിന്നെ കുറച്ച് പൊറോട്ട ഒക്കെ ഉണ്ട്.
ഇനി നമുക്ക് നോക്കാം. മീൻ വേവായിട്ടുണ്ടോ ഒന്ന് കട്ടി ഒന്ന് വട്ടം ചുറ്റിച്ച് വീണ്ടും വെക്കുകയാണ്. മീൻ വേവായിട്ടുണ്ട്, ചാറൊക്കെ കുറുകി വരുന്നു. ഇനി നമ്മൾ നന്നായിട്ട് അരച്ച തിളയ്ക്കാനായിട്ട് നമ്മൾ അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ നന്നായിട്ട് തേങ്ങ നല്ല നെയ്യ് പോലെ അരച്ചതും കൂടെ ചേർക്കും. ശേഷം ഒന്ന് പതുക്കെ നമ്മൾ കഷ്ണം ഇനി എന്നിട്ട് അത് ആ തുണി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അല്പം കുരുമുളക് പൊടിയും കൂടെ. കഷ്ണം പൊടിയാതെ ഇളക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു സ്പൂണ് ഒരു അല്പം കുരുമുളകും കൂടെ ചേർക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒരു അല്പം പൊടി കൂടെ ഉണ്ട്. കരിയാപ്പില ഇട്ടു. ഉപ്പ് നോക്കിയേടി, ഉപ്പും പുളിയൊക്കെ. എന്തൊരു രുചിയാണ്. നല്ല ആറ്റുമീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അതിലേക്ക് അരക്കുന്നതിന് പകരം തേങ്ങാപ്പാലാണേലും ലാസ്റ്റ് നമുക്ക് ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിലും ടേസ്റ്റ് വരും. നമ്മൾ എളുപ്പത്തിന് വേണ്ടി തേങ്ങ അരച്ച് ചേർക്കുന്നേ ഉള്ളൂ. തൂളിമീൻ കൊണ്ടുവന്നത് വെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അത് വളരെ നിസ്സാരമായിട്ടുണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഉലുവാപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണയേ ഉള്ളൂ. നല്ല അടിപൊളി മീനാണ്. ഇത് പല നമ്മളെ കപ്പയുടെ കൂട്ടത്തിലൊക്കെ അപ്പത്തിന്റെ കൂട്ടത്തിൽ പത്തിരിയുടെ കൂട്ടത്തിലൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പൊറോട്ട, ചപ്പാത്തി ഏത് വേണം. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അവസാനം ചെറുള്ളി പൊളിച്ച് അരിഞ്ഞ് ഒരു ചെറിയൊരു കടുവറക്ക കൂടെ വറുത്തിട്ടേക്കാം. ഇവിടെ ഒരു കുഞ്ഞ് ചീൻചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ശകലം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ കറിക്കകത്ത് ചേർത്തിട്ടുണ്ട്. അടുത്ത് കൊടുത്തു. നമ്മുടെ വറ്റൽമുളക് 2, കറിവേപ്പില, നമ്മുടെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, നിങ്ങൾക്ക് വാളയൊക്കെ ഈ സമയത്ത്, ഈ മഴ സമയത്തൊക്കെ ഇഷ്ടം പോലെ ആറ്റുമീൻ, വാള, തൂളി അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ കണ്ട് നോക്കിയിട്ട് കമൻറ്റുകൾ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കടുക് പറ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നേരത്തെ പുളിയും മുളകും ഇട്ട് കോട്ടയം സ്റ്റൈല് കറി വെച്ചിരുന്നു നേരത്തെ. ഇപ്പോൾ അത് ഞങ്ങൾ ഒരു വരാൽ കിട്ടിയപ്പോൾ ഇതുപോലെ തേങ്ങ അരച്ച് ഇട്ട് കാണിക്കുകയാണ്. വെട്ടിയെടുക്കാൻ ഒത്തിരി പാടുപെട്ട് കേട്ടോ. ഇത് കയ്യിൽ നിന്ന് തെന്നി പോവുമായിരുന്നു. ഉപ്പ് പിടിച്ചിട്ട് കയ്യെ ഉപ്പ് വാരി നമ്മൾ പറയത്തില്ലേ വരാല് പോലാണെന്ന്, പിടിച്ചാൽ കിട്ടത്തില്ല. അത് തെന്നി കൈയെല്ലാം ഈ പച്ചക്കറി അരിഞ്ഞ് കൈ മുറിഞ്ഞിരിക്കും. ഉപ്പൂടെ പരട്ടപ്പെട്ടതൊക്കെ നല്ല ശേലായിരുന്നു. കയ്യ നല്ല നീറ്റലായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ. ബൈ.